പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കഴിഞ്ഞ 30-ലേറെ വർഷമായി ഇസ്ലാമിക ദഅവത്ത് രംഗത്ത്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എം അക്ബർ സാഹിബാണ്. സാഹിബ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ നിങ്ങളപ്പോൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അന്വേഷിച്ചപ്പോൾ നിങ്ങളെ ഡിബേറ്റുകൾ മാത്രമുള്ളത്. നിങ്ങളെപ്പോഴും ഒരു ഡിബേറ്ററാണ്, അതുകൊണ്ട് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാറുള്ള ഒരു ഹെർക്കുലിയസ് ടാസ്ക് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൽ ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കേരളത്തിലൊരു മുസ്ലിം ഐക്കണായ അക്ബർ സാഹിബിൻ്റെ വ്യക്തിപരമായ വിവരങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ വന്ന വഴികൾ, നിങ്ങളെങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് അക്ബർ രൂപപ്പെടുന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തലം, നിങ്ങളൊരു പേഴ്സണൽ ഹിസ്റ്ററി നിങ്ങളിൽ തന്നെ ആൾക്കാർ കേൾക്കട്ടെ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്നമ്പ്ര പഞ്ചായത്തിലുള്ള തെയ്യാലങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിക്കുന്നത്. പരപ്പനങ്ങാടി അടുത്ത്. പിന്നെ എൻ്റെ ഉപ്പ അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു, ഡോക്ടറായിരുന്നു. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് ആണ് ഞാൻ ഉണ്ടാവുന്നത്. പക്ഷേ അല്ല, ഇപ്പോൾ പരപ്പനങ്ങാടിക്കാരനാണ്. പിന്നെ ഉപ്പ തിരിച്ച് പരപ്പനങ്ങാടിയിലേക്ക് പോന്നു. അപ്പം എൻ്റെ പ്രാക്ടീസ് ഇവിടെ ആയി. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ തറവാട്, ഉപ്പയും ഞങ്ങളെല്ലാം താമസിച്ചിരുന്ന തറവാട് ഞങ്ങളടുത്ത് തന്നെയുള്ള ഒരു ഭരതേട്ടനുണ്ട്. ഞങ്ങൾ രണ്ട് കൂട്ടരും ആ രൂപത്തിലുള്ള എല്ലാം രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാ നിലക്കുള്ള സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹൃദത്തിലും കഴിഞ്ഞിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു ചെറുപ്പത്തിലൊരു അനുഭവങ്ങളാണ് ശരിക്ക് ഒരു മതനിരപേക്ഷ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ അവിടെ ഉണ്ടാവണം. പിന്നീട് ആണ് ഞാൻ സ്കൂളിങ് വരണത്. സ്കൂളിംഗ് എല്ലാം പരപ്പനങ്ങാടി തന്നെയാണ്. പിന്നെ ആ സ്കൂളിങ്ങിൻ്റെ സമയത്ത് തന്നെ ഉപ്പ ഒരു ഞങ്ങളവിടുത്തെ ഒരു പള്ളി കമ്മിറ്റിയുടെ പിന്നെ ഒരു വൈസ് പ്രസിഡൻ്റായിരുന്നു. മുജാഹിദ് പള്ളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രവർത്തനങ്ങളിലായിട്ട് അടുപ്പുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. MSMലും ISMലും ഉണ്ടായിരുന്നു. ഈ സമയത്ത് നന്നായി വായിക്കുമായിരുന്നു. വായന തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം നന്നായി ഉപ്പാൻ്റെ ഒരു പ്രചോദനം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടുന്നതെല്ലാം വായിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. ആദ്യം പിന്നെ നോവൽ സാഹിത്യങ്ങളും ചെറുകഥാ സാഹിത്യങ്ങളും കവിതകളെല്ലായിരുന്നു വായിച്ചിരുന്നത്. പിന്നീട് ഗൗരവ വായനയിലേക്ക് പോയി. അതിന് പരപ്പനങ്ങാടിയിലെ 2 ലൈബ്രറികൾ, ഒന്ന് ISM ഇസ്ലാമിക് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഉണ്ടായിരുന്നു, പരപ്പനങ്ങാടി മുഹമ്മദ് സ്മാരക വായനശാല എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഉണ്ടായിരുന്നു. ഈ 2 ലൈബ്രറികളും എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വായിക്കും, കാര്യമായിട്ട് നന്നായി പഠിക്കും, വിഷയങ്ങൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത്. ഈ സമയത്ത് ആണ് പിന്നെ ഞാൻ പിന്നെ എൻ്റെ 10th അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി ഞാൻ PSM കോളേജിലാണ്. പിന്നീട് ഞാൻ ഡിഗ്രിക്ക് PSM കോളേജിലാണ്. സബ്ജക്റ്റ് ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സ് ഡിഗ്രി കഴിഞ്ഞു. പിന്നീട് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ B.Ed എടുത്തു. അങ്ങനെ പിന്നീട് അന്തമാനിലേക്ക് പോയി. എനിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം എനിക്ക് പിന്നെ ജോലി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലക്ക് ഉപ്പാൻ്റെ പ്രൊഫഷനോട് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത്തത് എനിക്ക് ഈ സയൻസ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഫിസിക്സ് എന്നുള്ളത്, പ്രത്യേകിച്ച് മോഡേൺ ഫിസിക്സ് എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ്. ആകാശം നോക്കിയിരിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഫിസിക്സിന് ഞാൻ പോയത്. അൽഹംദുലില്ലാ ഫിസിക്സ് എടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ B.Ed പിന്നെ അന്തമാനിലേക്ക് പോയി. അങ്ങനെ B.Ed കഴിഞ്ഞിട്ടാണ് അന്തമാനിൽ പോയത്? അല്ല, ഞാൻ അന്തമാനിൽ നിന്നാണ് B.Ed എടുക്കുന്നത്. ശരി പറഞ്ഞാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അന്തമാൻ സെൻറ്റർ ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ B.Ed എടുക്കുന്നത്. ആ അന്തമാനിലെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു 4.5 വർഷം ഞാൻ അന്തമാനിൽ ഞാൻ ആരംഭിക്കുന്നത് 1989 എൻ്റെ ഓർമ്മ. പിന്നെ ഒരു 4.5 വർഷം അവിടെ ഉണ്ടായി. ആ 4.5 വർഷം നന്നായി ഒഴിവ് സമയം ഉണ്ടായിരുന്ന സമയമാണ്. അതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ MSM ISM മേഖലകളിലായിരുന്നു എന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പിന്നെ ചെറുതായിട്ട് എഴുതുമായിരുന്നു. പല പിന്നെ ആനുകാലികങ്ങൾ ചെറുതായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ ഈ അന്തമാനിലൊരു 4.5 വർഷം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വലിയ ഒരു സമ്പാദ്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒഴിവ് സമയം കിട്ടും. ആ ഒഴിവ് സമയങ്ങളിലെല്ലാം പിന്നെ അവിടെ ഒരു അന്തമാൻ നാഷണൽ ലൈബ്രറി ഉണ്ടായിരുന്നു, പോർട്ട് ബ്ലെയർ നാഷണൽ ലൈബ്രറി. അത് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ലൈബ്രറി. അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കുള്ള ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സും ഒരുപാട് നല്ല പുസ്തകങ്ങളുള്ള, നമുക്ക് ചരിത്രപരമായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനം.
അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തും. അതേപോലെ തന്നെ അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ പോർട്ടുള്ളേറിലെ ചിന്മയ മിഷൻ. ചിന്മയ മിഷൻ എന്ന് പറഞ്ഞാൽ ചിന്മയാനന്ദ സ്വാമി ഉണ്ടാക്കിയതാണ്. ചിന്മയ മിഷനായിട്ട് ഞാൻ നല്ല പേഴ്സണൽ ബന്ധമുണ്ടായി. ആ ചിന്മയ മിഷനിലെ സ്വാമി ഉണ്ട്, ബ്രഹ്മചാരി സമർത്ഥ ചൈതന്യ, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായി. അവിടുത്തെ ചിന്മയ മിഷനിലെ ലൈബ്രറി നന്നായി ഉപയോഗിക്കാൻ എനിക്ക് പറ്റി. അദ്ദേഹം എനിക്ക് സംസ്കൃതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് നന്നായി പഠിക്കാൻ പറ്റി. നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് കുറേ എല്ലാം പഠിക്കുമായിരുന്നു. പിന്നെ കാരണം അന്ന് തന്നെ എനിക്കൊരു നല്ലൊരു ഹോബിയായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ക്രിസ്ത്യൻ പാതിരിമാരുമായി പേഴ്സണലായിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശ്രമം എന്നുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിക്കണം എന്നുള്ളതുള്ളതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനെ പിന്നെ ചെറുപ്പകാലത്ത് തന്നെ മാതൃഭൂമിയിൽ ഈ ക്ലാസിഫൈഡ്സിൽ വരും ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബന്ധപ്പെടാൻ. അന്ന് ഒരുവിധം എല്ലാ ക്രിസ്ത്യൻ കറസ്പോണ്ടൻസ് കോഴ്സുകളിലും ഞാൻ അങ്ങായിട്ടുണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ക്രിസ്ത്യാനിറ്റി പഠിക്കുന്ന കാലത്ത് തന്നെ ഡിഗ്രീൻ്റെ കാലത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് തന്നെ എനിക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്. അത്യാവശ്യം അൽഹംദുലില്ലാ നല്ലൊരു ലൈബ്രറി ഉണ്ട് വീട്ടിൽ. പക്ഷേ അതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റ് മാത്രമേ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഈ കറസ്പോണ്ടൻസ് കോഴ്സുകളുള്ളത് കൊണ്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ഒരു മതപ്രചാരണത്തിന് ഭയങ്കര താല്പര്യമുള്ള ആളുകളല്ലേ. അപ്പോൾ നന്നായി പുസ്തകങ്ങൾ അയച്ചു തരും. അതേസമയം ഹിന്ദുയിസവും മറ്റ് സയൻസിലായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ കാശിന് കൊടുത്ത് വാങ്ങണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊരു ഐഡിയ പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം അന്തമാനിൽ ഹിന്ദുത്വത്തെ കുറിച്ച് കുറച്ച് ഡെപ്തിൽ പഠിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു സാമൂഹ്യ പഠനങ്ങളിൽ നിന്നാണ് എനിക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രബോധനമായിട്ട് ബന്ധമുണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് ആയിട്ട് ബന്ധമുണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല, അല്ലല്ല അരീക്കോട് അങ്ങനെയാണ് അറിയുന്നത്. പക്ഷേ അരീക്കോടുള്ള ഒരു NV മുഹമ്മദ് സാലിം എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു അന്ന് അദ്ദേഹമാണ് അത് ഉണ്ടാക്കിയത്. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഞാനാണ് എന്നുള്ളതാണ് സത്യമായിട്ട്. അതിൻ്റെ ഒരു സമയത്ത് ഞാൻ അന്തമാനിൽ നിന്ന് വന്നതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയും ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ആ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നേരത്തെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അന്തമാനിൽ നിന്നാണ് ശരിക്ക് കേരളീയ സമൂഹത്തിൽ ഒരു മതപരമായ ഒരു എന്താ പറയുക ഒരു ധ്രുവീകരണത്തിനുള്ള ശക്തമായ ശ്രമം ഉണ്ടെന്നും അത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വളർത്തിക്കൊണ്ടാണ് ശ്രമിക്കുന്നതെന്നുള്ളത് എനിക്ക് ഹിന്ദി ഇംഗ്ലീഷ് ആനുകാലികങ്ങൾ അന്തമാനിൽ പ്രത്യേകിച്ച് ഒരു ലൈറ്റ് ഓഫ് അന്തമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീക്കിലി ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. അന്തമാൻ അറിയാലോ അവരുടെ പിന്നോക്കമാണ്. ഒരു അന്തമാനിലെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ 89 എന്ന് പറയുമ്പോൾ വളരെ അതെ 900 അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വിഭാഗങ്ങളുണ്ട്, എല്ലാ മതവിഭാഗങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം ലീഗില്ലായിരുന്നു. അതേസമയം കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം. പിന്നീട് ഇത് ജനതാ പാർട്ടി ഉണ്ടായി, പിന്നെ BJP ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി വന്നു. അന്ന് അന്തമാനിലേക്ക് വേറൊരു കാര്യം എന്താ വെച്ചാൽ അന്തമാനത്ത് അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ മൂത്താപ്പ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അന്തമാനുമായിട്ട് എനിക്കൊരു പേഴ്സണൽ ബന്ധം എന്ന് പറഞ്ഞുകൂടാ, ഒരു കുടുംബ ബന്ധം ഉണ്ട് എന്ന് പറയും. കാരണം ഞങ്ങൾ മൂത്താപ്പാൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയതിൻ്റെ ശേഷമാണ് അവരിലായിട്ട് ബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിച്ചത്. കാരണം ഒരു മൂത്താപ്പ മരിച്ചതിന് ശേഷം അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഉപ്പി മരണപ്പെട്ടല്ലോ, അപ്പോൾ പിന്നെ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ അങ്ങനെ അന്തമാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ എത്തുന്നത്. ഇപ്പോൾ അന്തമാൻ കുറേ കൂടി നാഗരികമായി പുരോഗമിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്, വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമാണ് കഴിയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചില അന്തമാൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 921 ഉള്ള മലബാർ സമരത്തിലെ ഒരുപാട് ആളുകളെ കയറ്റി അയച്ച സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവർ സെറ്റിൽ ചെയ്ത പല സ്ഥലങ്ങൾക്കും മലയാളി പേരുകളാണ്. മഞ്ചേരി ഉണ്ട് അവിടെ, മലപ്പുറം ഉണ്ട് അവിടെ, എന്താ പറയുക തിരൂരുണ്ട് അവിടെ, കാലിക്കറ്റ് ഉണ്ട് അവിടെ, മണ്ണാർക്കാട് ഉണ്ട് അവിടെ. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. പൂക്കോട്ടൂരില്ല കേട്ടോ, അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും ആ പഴയ കൾച്ചർ ശരിക്കും കാണാൻ പറ്റും. എപ്പോഴും അന്നുള്ള സമയത്ത് ഈ മലയാളം സംസാരിക്കുന്ന ആളുകൾ മലയാളം സംസാരിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. പക്ഷെ അവർ ഹിന്ദി ഉണ്ട്, പക്ഷെ മലയാളം സംസാരിക്കുന്ന ഗ്രാമമാണ്. ഇപ്പോൾ മണ്ണാർക്കാട് എന്നെല്ലാം പറഞ്ഞാൽ ശരിക്കും ഒരു മലയാളി ഗ്രാമത്തിൻ്റെ അതേ സ്വഭാവമാണ്.
ഇപ്പോൾ തിരൂരും കാലിക്കറ്റൊന്നും അങ്ങനെയല്ല. തിരൂരും കാലിക്കറ്റെല്ലാം കുറേ കൂടി പിന്നെ ഹിന്ദിയായി മാറിയിട്ടുണ്ട്, ഹിന്ദിവൽക്കരണം നടന്നിട്ടുണ്ട്. അതേസമയം ഇവിടെ പിന്നെ ശരിക്കും മലയാളം തന്നെ സംസാരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതേപോലെ സ്റ്റുവാർട്ട് ഗഞ്ച് എന്ന് പറഞ്ഞിട്ട് പേര് ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെയാണെങ്കിലും അവിടെ ഇരുന്ന് ഞാനുണ്ടായിരുന്നത്. അവിടെല്ലാം കംപ്ലീറ്റ് മലയാളികളുള്ള സ്ഥലമാണ്. മലയാളികൾ മാത്രമല്ല, അവിടുത്തെ കേരളത്തിലെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സുന്നി മുജാഹിദ് തർക്കങ്ങളുണ്ട്, EKP തർക്കങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള സ്ഥലമാണ് സ്റ്റുവാർട്ട് ഗഞ്ച്, വിംബർലി ഗഞ്ച് എന്ന് പറഞ്ഞ 2 ഗ്രാമങ്ങൾ. അവിടെ പിന്നെ അറബി കോളേജുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സമസ്തൻ്റെ കീഴിലുള്ള, സമസ്ത നേരിട്ട് തന്നെ നടത്തുന്നതാണ് എൻ്റെ അറിവ്, മദ്രസകളും അറബി കോളേജും എല്ലാം ഉണ്ട്. അപ്പോൾ അന്നത്തെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ സമയത്ത് നിങ്ങൾ പരിചയപ്പെടുക? അതെ. 921 ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ചരിത്രത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ഫിസിക്സ് ആയിരുന്നെങ്കിൽ ചരിത്രത്തിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു അവിടുത്തെ ഈ 921 ബന്ധപ്പെട്ട ആളുകളെ കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ പോയ ഉടനെ തന്നെ അവിടെ അന്ന് 2 പേരാണ് അന്ന് ജീവിച്ചിരിപ്പുള്ളത്. ഒരു മരക്കാരാജി എന്ന് പറഞ്ഞ ഒരാളും പിന്നെ കുഞ്ഞീതുവാക്ക എന്ന് പറഞ്ഞ ഒരാളും. എനിക്ക് പേരുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. പിന്നെ കുറേ നേരം ഇൻ്റർവ്യൂ എടുത്തി, എന്നിട്ട് ഇവിടെ ഒരു മാഗസിനിൽ പ്രസിദ്ധീകരിച്ചെല്ലാം ചെയ്തത് ആ ഇൻ്റർവ്യൂ പക്ഷേ അന്ന്. അപ്പോൾ പക്ഷേ അതിൽ ഉള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ നിശ്ചയിതു കുഞ്ഞാതുവാക്ക എന്ന് പറയുന്ന ആളടുത്ത് ഞാൻ പോയല്ലോ. ആൾക്ക് കണ്ണ് കാണൂല, നല്ല പ്രായം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അന്ന് 989 പിന്നെ അന്ന് ഏതാണല്ലോ. അപ്പോൾ നല്ല പ്രായം. അപ്പോൾ അയാൾ പിന്നെ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ മാപ്പിള കലാപത്തിലാണല്ലോ നിങ്ങളെ ഇതാക്കിയത്, അപ്പോൾ ഇങ്ങോട്ട് നാട് കടത്തിയത് എന്ന് പറഞ്ഞു. അതിലുണ്ട് മൂപ്പര് ഒരു എഴുന്നേറ്റ് അയ്യാത്ത ആള് ഇങ്ങോട്ട് ഒരൊറ്റ അടിയാണ് കൊടുത്ത പടിയുണ്ട്. ഞാൻ അവിടെ കണ്ണ് കാണാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നല്ലൊരു അടി കിട്ടും. അപ്പൊ ആരുടെ എന്നോട് അങ്ങനെ തന്നെ ചോദിച്ചു, ആരുടെ എന്നോട് മാപ്പിള കലാപം തന്നെ? ഞങ്ങൾ മാപ്പിള കലാപം നടത്തിയിട്ടില്ല അവിടെ. ഞങ്ങൾ നടത്തിയത് നമ്മളെ നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമര. എന്നിട്ട് നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പം വന്നിട്ട് മാപ്പിള കലാപം എന്ന് പറയും എന്നെല്ലാം ചോദിച്ചിട്ട് മൂപ്പരങ്ങോട്ട് കോപിക്കുകയാണ്. മൂപ്പര പിന്നെ തണുപ്പിക്കാൻ മൂപ്പര മകം വരേണ്ടതെന്ന് ഞാൻ പേടിച്ചു ആ ടൈപ്പ് ഉള്ള. അപ്പം അന്ന് ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ അതെ ഭയങ്കര ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി അതെ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കേരളത്തിൻ്റെ സമൂഹവുമായി വേറിട്ട് പോയ ആളുകൾ, അത് കേരളത്തിൻ്റെ സമൂഹമായിട്ട് ഒരു വേറിട്ടല്ലോ. ഒരു പോയതിനു ശേഷം പിന്നെ അവരവിടുത്തെ ആളുകളായി, അവിടെ കല്യാണം കഴിച്ച്, അവിടെ ജീവിച്ചു, അവിടെ മക്കളായി. പക്ഷെ അവരുടെ ഉള്ളിൽ പോലും ആ മാപ്പിള കലാപം എന്നുള്ള നമ്മളുടെ ഒരു വായന ഉണ്ടല്ലോ, ആ വായനയോടുള്ള പ്രതിഷേധം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനത്തെ ഒരു മാപ്പിള കലാപമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ അംഗീകരിക്കുകയാണ് ചെയ്യുക. ആ പ്രായത്തിൽ പോലുള്ള പ്രതിഷേധം അവർ മനസ്സിലാക്കിയത് അവിടുത്തെ ഇവിടുത്തെ ഇന്ത്യക്ക് വേണ്ടി, നാടിന് വേണ്ടി നടത്തിയൊരു സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണ് അവർ ഉൾക്കൊണ്ടിരുന്നത് എന്നുള്ളത്. കാരണം പിന്നീടാണ് നമ്മൾ ആ രംഗത്ത് ഒരുപാട് പഠനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആ വിഷയം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഗംഗാധരൻ സാറ പഠനം, ഡോക്ടർ എം ഗംഗാധരൻ്റെ പഠനം, അതേപോലെ തന്നെ പണിക്കരുടെ പഠനം ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ പണിക്കരുടെ പണിക്കരുടെ പഠനമെല്ലാം ഉണ്ട്, നല്ല നല്ല പഠനങ്ങൾ. അപ്പോൾ ഈ പഠനങ്ങളിലെല്ലാം ഈ മാപ്പിള കലാപമല്ല, ഇവിടുത്തെ ഖിലാഫത്ത് പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, കാർഷിക പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ആ സമരം എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ജീവനുള്ള ഉദാഹരണം നേരിട്ട് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു, അൽഹംദുലില്ലാ. അങ്ങനെ ആണ് അവിടുത്തെ ഒരു ലൈഫ്. അതെ. അവിടുത്തെ പിന്നെ അവിടുത്തെ ഒരു സാമൂഹിക, ഇപ്പോൾ അവിടെ BJP ഒക്കെ അധികാരത്തിലൊക്കെ വരുന്നത്, അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ എങ്ങനെ? കാരണം നാട് കടത്തി വന്ന ആളുകളാണല്ലോ, ഹിന്ദുക്കളും അങ്ങനെ ആയിരുന്നു. അവരുടെ അന്നത്തെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരുന്നു അവിടെ? അവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. പിന്നീട് ഞാൻ വിവാഹം ചെയ്യണത്, ഇപ്പോൾ ലൈലാനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ലൈലാൻ്റെ മൂത്താപ്പൺ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവും അവിടുത്തെ മന്ത്രി, അവർക്ക് അന്ന് മന്ത്രിയില്ല, ഇപ്പോഴും മന്ത്രിയില്ല എന്നാണ് എൻ്റെ അറിവ്, കൗൺസിലറാണ്. അപ്പോൾ ആ കൗൺസിലറായിട്ട് അവിടെ അന്നുണ്ടായിരുന്ന അദ്ദേഹമാണ് കുട്ടി സാഹിബ് എന്നറിയപ്പെടുന്ന AP അബ്ദുള്ളക്കുട്ടി എന്ന ആളാണ്. അദ്ദേഹം അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവുമാണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ നേതാവുമാണ്. അപ്പം അന്ന് ഞങ്ങൾ ബന്ധമല്ല, പിന്നീടാണ് ഞങ്ങളെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹമുണ്ട്, മെഹ്റാമ സാഹിബുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ബംഗാളികളാണ് പ്രധാനമായിട്ട് കോൺഗ്രസിൻ്റെ ആളുകളായിട്ട്. പിന്നീട് MA റഹ്മാൻ്റെ പിൻഗാമിയായി വന്നതെല്ലാം ഒരു ഭക്ത എന്നുണ്ടാണ്, ബംഗാളിയാണ്. അപ്പോൾ അവരെല്ലാം
അപ്പോൾ അവരെല്ലാം വളരെ ഐക്യത്തിലും സ്നേഹത്തിലും യാതൊരു പ്രശ്നമില്ലാതെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ കാരണം എപ്പോഴെങ്കിലും ഞാൻ പോകാറുണ്ട്, ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴല്ല. അപ്പോൾ അവിടെ കോൺഗ്രസ് കമ്മിറ്റി പിന്നെ ഒരു മീറ്റിംഗ് എന്നുള്ള രൂപത്തിലായിരിക്കും ഒഴിവ് ദിവസങ്ങളിൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, എല്ലാ രൂപത്തിലും ഉണ്ട്, എല്ലാ പിന്നെ ഇതുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മുസ്ലിം മാപ്പിള ഗ്രാമങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിംബർലി ഗഞ്ച്, സ്റ്റുവാർട്ട് ഗഞ്ചിനെ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ മലയാളികളായിട്ടുള്ള നോൺ മുസ്ലിംസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാന്ന് തോന്നുന്നുണ്ട് മലയാളികളായിട്ടുള്ള. മറ്റുള്ളവരുണ്ട്, പക്ഷേ ഹിന്ദുക്കളുണ്ട്. അവർ എല്ലാം വളരെ വളരെ യാതൊരു പ്രശ്നമില്ലാതെ ഐക്യത്തിലും സ്നേഹത്തിലും തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ബംഗാളികളുടെ ഇടയിൽ നിന്നാണ് ഈ BJP എന്നുള്ളൊരു ആശയം വരികയും അത് ഈ കോൺഗ്രസ്സുമായിട്ടുള്ള അഭിപ്രായ സ്വാഭാവിക രാഷ്ട്രീയമാണല്ലോ, അതിൽ നിന്നാണ് ഉണ്ടായി വന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ബംഗാൾ അവിടുന്ന് വന്നതിന് ശേഷം പിന്നീട് അന്തമാനോ, അന്തമാൻ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അന്തമാനിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ ലൈറ്റ് ഓഫ് അന്തമാൻ എന്ന് പറഞ്ഞ ഈ ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പരശുറാം എന്നാണ് അതിൻ്റെ എഡിറ്ററുടെ പേര്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയത് എന്താ വെച്ചാൽ കാശ്മീരിനെ പറ്റിയാണ് ലേഖനം. അതിൽ ഒരു ലക്കം ഫുള്ളായിട്ട് ഖുർആനും നബിക്കും ഇതിലുള്ള പരാമർശങ്ങളായിരുന്നു ഈ ലൈറ്റ് ഓഫ് അന്തമാൻ. അപ്പോൾ അതിന് ഞാനൊരു പിന്നെ മറുപടി എഴുതി ഇംഗ്ലീഷ് തന്നെ. ഞാനാ പറയണത് ആ ഇംഗ്ലീഷ് തന്നെ എഴുതി. പിന്നെ അപ്പോൾ എഴുതിയിട്ട് മറുപടി എഴുതിയപ്പോൾ അയാളത് പബ്ലിഷ് ചെയ്തില്ല. അയാൾ പബ്ലിഷ് ചെയ്യാതെ എനിക്ക് തിരിച്ചയച്ചു എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ വേറെ ഒരു ബംഗാളി മാഗസീനിൽ നിന്ന് എടുത്തിട്ടാണ് ഞാനിതിൽ പബ്ലിഷ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ അവർക്കാണ് അയക്കേണ്ടതെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് അവിടുത്തെ പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റിന് അന്നത്തെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് കംപ്ലയിൻറ്റ് ചെയ്തു. ആ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റേതായ ഒരു ഇനീഷ്യേറ്റീവിൽ അവിടെ ആദ്യമായിട്ടൊരു ഇസ്ലാമിക പ്രസ്ഥാനം, ആ രൂപത്തിൽ സുന്നി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം നേരത്തുണ്ട്, പക്ഷേ മൊത്തത്തിലുള്ളൊരു ഇസ്ലാമിക എന്നുള്ള രൂപത്തിലുണ്ടാണ് ഇസ്ലാമിക് സെൻറ്റർ അന്തമാൻ എന്നിട്ടുള്ള സ്ഥാപനം. അത് സത്യത്തിൽ ഇയാൾ ഈ മറുപടി പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് ആ മറുപടി ഞാൻ പിന്നെ ഒരു ലഘുലേഖയായി പബ്ലിഷ് ചെയ്തു. അതിൽ ഒരു ഇൻട്രഡക്ഷൻ വെച്ചിട്ട് സോമർ സാൾട്ട് ഓഫ് മിസ്റ്റർ പരശുറാം എന്നാണ് അതിൻ്റെ പിന്നെ ഇൻട്രഡക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എഴുതിയ മറുപടിയും അദ്ദേഹം പ്രതികരിക്കാത്ത ഇത് വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഇവർക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് കംപ്ലയിൻറ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കലാപങ്ങളൊന്നുമില്ല, അവിടെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അത്രയും നല്ല രൂപത്തിലാണ്. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ അത് പിന്നെ ടേക്കപ്പ് ചെയ്തു, അത് കേസായി. അങ്ങനെ ഞാനല്ല ആദ്യമായിട്ട് കോടതി കയറുന്നത് കേരളത്തിലൊന്നുമല്ല, ഞാൻ അവിടെ അല്ലല്ല കോടതിയിൽ അന്ന് കയറുന്നതെല്ലാം നല്ല രസമുള്ള അനുഭവങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് പിന്നെ നോമ്പാണ്, റമദാനിലാണ് ഞാൻ കോടതിയിലെത്തുന്നത്. അവർ പിന്നെ ഒരു ലേഡിയാണ്, ഒരു ബ്രാഹ്മൺ ലേഡിയാണ് പിന്നെ ഇത് വക്കീലല്ല ജഡ്ജി. അപ്പോൾ ജഡ്ജി ആയി തന്നെ എന്നോട് തിരിച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ മുസ്ലിമാണ്, നോമ്പല്ലേ, കളവ് പറയാൻ പറ്റൂല എന്നറിയാമല്ലോ, അപ്പോൾ സത്യം പറയണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ മുസ്ലിമാണ്, നോമ്പിന് മാത്രമല്ല ഏത് സമയത്തും കളവ് പറയാൻ പാടില്ല, അതാണ് നമ്മളെ. അപ്പോൾ അവർ ചിരിച്ചു. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ അതെല്ലാം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു വെച്ചാൽ ഗവൺമെൻറ് അത് ടേക്കപ്പ് ചെയ്തു, അയാളെ കൊണ്ട് അത് തിരുത്തിപ്പിച്ചു, അയാളതിന് മാപ്പ് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് നമ്മൾ അവിടുന്നാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ രൂപത്തിലുള്ളൊരു ആക്ടിവിസം തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു എഴുത്തുണ്ടല്ലോ, അത് ആ ലേഖനം എഴുതിയ ഒരു ഡോക്ടർ ബാബു സുശീലനാണ്. ആ ഡോക്ടർ ബാബു സുശീലനെ ഞാൻ അവിടുന്ന് എഴുതി. ഈ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ അന്തമാനിൽ നിന്ന് എഴുതി അയാൾ അഡ്രസ്സ് അയച്ചു തന്നു, പരശുരാം. അങ്ങനെ ഞാൻ എഴുതി. അങ്ങനെ ഡോക്ടർ ബാബു സുശീലൻ എനിക്കന്ന് മറുപടി അയക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് മറുപടി അയക്കണത്. അന്ന് പിന്നെ മെയിലൊന്നുമില്ലല്ലോ, പോസ്റ്റലായിട്ട് മറുപടി അയക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മറുപടി. അപ്പോൾ അയാളെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ അയാളുടെ അന്ന് 30 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ മനസ്സിലാക്കണം, പിന്നെ 30 ശരിക്കും 35 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അയാളുടെ കാര്യമായിട്ടുള്ള അമേരിക്കയിൽ ഇരുന്നിട്ടുള്ള പണി കേരളത്തിൽ ഉള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കല അന്ന്. അപ്പോൾ അയാളുടെ ചില ലേഖനം മനസ്സിലായി, അത് അയാളുടെ ഈ എഴുത്തിൽ നിന്ന് മനസ്സിലായി, അയാളുടെ എഴുത്തിൽ നിന്ന് മനസ്സിലായി. അയാളുടെ എഴുത്തിൽ നിന്ന് മനസ്സിലായ ഉടനെ തന്നെ എനിക്ക് ഉറുദുവിൽ വേറൊരു സാധനം അവിടെ കിട്ടി, ഒരു ലേഖനം. അത് പിന്നെ വെൽ സ്റ്റഡീഡ് ലേഖനമൊന്നുമല്ല, പക്ഷെ ആ ലേഖനത്തിൽ ഈ ഇവിടെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, ഇയാളുടെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് ഞാനിത് വെച്ചുകൊണ്ട് അന്ന് പ്രബോധനത്തിലാണ് ഞാൻ എഴുതുന്നത്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പ്രബോധനത്തിൻ്റെ അന്ന് എന്താണ്
ഒരു ഫാഷിസവും ഷോവനിസവും അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എൻ്റെ ഹെഡിങ്, ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ അന്ന് പിന്നെ ഇത് എഴുതുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ അന്നാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് പിന്നെ ഇവിടെ കേരളത്തിൽ ഇത് നുള്ള ശ്രമങ്ങൾ വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് ഇപ്പം ഞാനൊരു ഈ അമേരിക്കയിൽ ഇരുന്നത് ചെയ്യണമെങ്കിൽ അതിനൊരു ഫണ്ടിങ് അവിടെ ഉണ്ടാവണം. അമേരിക്ക ആയിരിക്കോ ചെയ്യുന്നത്? ആയിരിക്കാം അവിടുത്തെ അമേരിക്കയിൽ അന്നത്തെ അയാളുടെ ലെറ്ററായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പിന്നെ പെട്ടെന്ന് പോകുന്നതാണ് അവിടുന്ന്, അന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് അതിൻ്റെ എല്ലാം ഒരു വില മനസ്സിലാവുന്നത്. പക്ഷേ അന്ന് അയാൾ എഴുതുന്നത് അവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് എന്നുള്ള നിലക്കാണ് അയാൾ എഴുതുന്നത്. ആഗോള പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അതിന് നമ്മളെ കേരളീയ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള നേരെ ഈ സ്നേഹസംവാദത്തിലേക്ക് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് അതിനിടക്കാണ് ഞാൻ എന്നെ വിവാഹിതനാവണത്. ലൈലൈറ്റിലെ പിന്നെ കല്യാണം നടക്കുന്നത്. അതിനുശേഷം ഞാൻ അന്തമാനിലേക്ക് പോയി. അവൾ ഗർഭിണിയായി. ആ കുഞ്ഞുണ്ടായി. കുഞ്ഞിന് സ്പൈനൽ ബൈഫോഡ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമായിരുന്നു. ആ കുഞ്ഞ് മരിച്ചുപോയി. 10-12 ദിവസം പിന്നെ ജീവിച്ചിരുന്നോളൂ. ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ജനിച്ച് അതിൻ്റെ ഒരു സമയത്താണ് ഞാൻ വന്ന് അതിൻ്റെ ഒരു മരണം കൂടി സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു അന്തമാനോടുള്ളൊരു ഇഷ്ടം നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ ഇവിടെ വേണം തീരുമാനിക്കണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തിരിച്ചു ഇത്ര വലിയ ഇസ്ലാമിക പ്രബോധകന് ബേസിക് ആയിട്ട് ഇസ്ലാം ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടില്ല. ആളുകൾക്ക് ഒരു പുതിയ അറിവ്. അങ്ങനെ വലിയ ഇസ്ലാമിക പ്രബോധനമൊന്നുമല്ല. പക്ഷെ ഞാൻ വായിച്ച് പഠിച്ചതാണ് സത്യത്തെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു ദാവ കോളേജിലോ ഒരു മതസ്ഥാപനത്തിലോ ഒന്നും പഠിച്ചില്ല? എവിടെയും പഠിച്ചു. മദ്രസ എത്ര വരെ പഠിച്ചേനെ? മദ്രസ ശരിക്ക് പിന്നെ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ അറബിയും ഈ കിതാബും ഖുറാനൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അത് ഈ പിന്നെ നമ്മൾ ഇപ്പോൾ പിന്നെ പുസ്തകങ്ങളിലൂടെ പഠിക്കും. പിന്നെ സംശയമുള്ളത് പണ്ഡിതന്മാരോട് ചോദിക്കും. അത് വളരെ മുമ്പേ എൻ്റെ ഒരു രീതിയാണ്. സംശയമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്രിസ്ത്യാനിറ്റി ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചത് ക്രിസ്ത്യാനിറ്റി പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കണം എന്നല്ല. മറിച്ച് പിന്നെ ആദ്യം ഞങ്ങളെ നാട്ടിലെ ചർച്ചിൽ പോയി അവിടുന്ന് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് അവരുടെ അടുത്ത് ഉത്തരമില്ല. പിന്നീട് ഞാൻ മലപ്പുറത്തെ ചർച്ചിൽ പോയി, അടുത്തുള്ള ചർച്ചുകളിൽ പോയി. അങ്ങനെ പേഴ്സണൽ കോണ്ടാക്ട്സിലൂടെയാണ്, അതിലൂടെയാണ് എനിക്കുള്ള ഒരു ധൈര്യം കിട്ടിയത്. കാരണം ഇവരുടെ അടുത്തെല്ലാം എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ അടുത്ത് എന്തുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള സംവാദങ്ങൾക്കെല്ലാം നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുണ്ടാവുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ ഇസ്ലാമിക പഠനത്തിനും അതേ രൂപത്തിൽ തന്നെ അന്ന് നമ്മളുടെ ആക്സസ് ഉള്ള പണ്ഡിതന്മാരായിട്ട് ബന്ധപ്പെടും, അവരോട് ചോദിക്കും. പിന്നെ ഭാഷയിലും അങ്ങനെ തന്നെ. ഭാഷയിൽ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, അടിസ്ഥാനപരമായ അറിവുള്ളൂ. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ അത് വെച്ചിട്ട് ഭാഷ എന്ന് പറയുമ്പോൾ ഈവൻ ഞാൻ ജൂത പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. കേരളത്തിൽ ഇല്ലാത്തതാണല്ലോ. ഇപ്പോൾ ജൂത തന്നെ ആയിരുന്നപ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനത്തിന് പുസ്തകങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ആശ്രയിക്കാം. പക്ഷേ ഈ തൗറാത്തെല്ലായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് ഞാൻ പിന്നെ അതുമാത്രം പോരാ എന്ന് വിചാരിച്ചിട്ട് തന്നെ അന്ന് കൊച്ചിയിൽ ജൂതന്മാർ നല്ലൊരു സമൂഹമുണ്ട്. ഇപ്പം അത്രയല്ല, അന്ന് നല്ലൊരു സമൂഹമുണ്ട്. അന്ന് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, GH ഹല്ലേഗുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നെ അവിടെ കൊച്ചി സിനഗോഗിൽ അന്നതില്ല. അതാണ് സിനഗോഗ് കൊണ്ടുപോയി കാണിച്ചു തന്നു. സിനഗോഗിൽ അന്ന് എന്തില്ല, പിന്നെ റബ്ബില്ല. അവർക്ക് ജൂതന്മാർക്ക് റബ്ബി വേണം. റബ്ബി ഉണ്ടായാലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റുള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അർത്താ മതിയല്ല, അർത്താ മതി വിസ്മി അർത്താ മതി ആർക്കാണെങ്കിലും ഇല്ല. പക്ഷെ അവിടെ റബ്ബി തന്നെ അറക്കണം, എങ്കിലേ കഴിക്കാൻ പറ്റുക. അതാണ് അവരുടെ കോഷാർ എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അതില്ലാത്ത സമയത്ത് പക്ഷേ അവരുടെ മതപരമായ ആരാധനകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഒരു അസിസ്റ്റൻ്റാണ്. അയാളുടെ പേരാണ് GH ഹല്ലേഗുവ. അദ്ദേഹം ഹീബ്രുവിലെല്ലാം നല്ല പണ്ഡിതനാണ്. അങ്ങനെ അദ്ദേഹവുമായി നിരന്തരമായി ഒരുപാട് തവണ, അദ്ദേഹത്തിനാണെങ്കിലും അദ്ദേഹം ഭാര്യ ഉടനെ മരിക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട സമയമായിരുന്നു. ഞാൻ മറ്റു പല ജൂതന്മാരുടെ അടുത്തും സമീപിച്ച് നോക്കിയിട്ടുണ്ട്, ചില വക്കീലന്മാരുടെ അടുത്തെല്ലാം സമീപിച്ച് നോക്കിയിട്ട് അവരെല്ലാം പിന്നെ രസകരമായ അനുഭവമുണ്ട്. കാരണം അവർ പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാരത്തെല്ലാം പോയാൽ വേഗം പറഞ്ഞു തരുമല്ലോ. കാരണം അതേപോലെ മുസ്ലിം പണ്ഡിതന്മാർ ഇവരടുത്ത് പോയിട്ട് ചോദിച്ചപ്പോൾ അവർ 1 മണിക്കൂറിന് ഇത്ര പൈസ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ഒരവസ്ഥയെ അത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു രസമില്ലാത്തതും തോന്നിയതുകൊണ്ട് ആണ് അവസാനം ഹല്ലേഗുവൻ്റെ അടുത്തെത്തി. ഹല്ലേഗുവ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പട്ടിനെ കെട്ടിടുകയും നിങ്ങൾക്ക് ഹറാമാണല്ലോ എന്നും പറഞ്ഞ് കെട്ടിടുകയും വളരെ സൗഹൃദപൂർവ്വമായിട്ട് മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒരുപാട് കാലത്ത്. പിന്നെ അവസാനം ഹീബ്രുവിലുള്ള
തോറ അദ്ദേഹം എനിക്ക് തന്നു, എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പിന്നെ അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂല. പിന്നെ തോറ തന്നു, അതിൻ്റെ വ്യാഖ്യാനം തന്നു. അങ്ങനെ അതടക്കം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ അതടക്കം ഒരു ഒറിജിനൽ സോഴ്സസിൽ നിന്ന് പഠിക്കുക എന്നുള്ള രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സാമ്പ്രദായികമായ ഔദ്യോഗികമായ ഒരു മതവിദ്യാഭ്യാസം ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഖുർആനും ഹദീസൊക്കെ വായിച്ചാൽ മനസ്സിലാകും. വായിച്ചാൽ അൽഹംദുലില്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാംസിലേക്ക്, പിന്നെ സ്നേഹസംവാദമാണ് പ്രധാനപ്പെട്ട പരിപാടി. അതെ, വായന, എഴുത്ത്, സ്നേഹസംവാദം. അപ്പൊ അന്ന് ജോബായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല? ഉണ്ട്. ഞാനിവിടെ വന്നത് ഇവിടെ സ്കൂളിൽ അധ്യാപകനായിട്ട്, അവിടെ അന്തമാനിലും അതെ സ്കൂളിൽ അധ്യാപകനായിട്ട് പോയത്. ഇവിടെ ഞാൻ പഠിച്ചിരുന്നത് PSM കോളേജിലാണ്. അല്ല സോറി, PSM പഠിക്കുന്നതിന് മുമ്പ് പരപ്പനങ്ങാട് SNM ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആ സൂപ്പിക്കുട്ടി നഹ മെമ്മോറിയൽ ഹൈസ്കൂൾ. അവിടെ നിന്നാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞത്. പിന്നെ അന്ന് പിന്നെ പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ PSM പ്രീ ഡിഗ്രിക്ക് പോയി. അവിടുന്ന് പിന്നെ ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ B.Ed കാര്യങ്ങളെല്ലാം ചെയ്യണത്. പിന്നെ SNM ഹൈസ്കൂളിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ഞാൻ ഒരു 2 വർഷം ഉണ്ടായി. ആ 2 വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അവിടുന്ന് ലീവ് എടുത്തിട്ടാണ് കുവൈറ്റിലേക്ക് പോകുന്നത്. പിന്നെ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് സ്വന്തമായിട്ടുള്ള ചില ബിസിനസ്സുകളും കാര്യങ്ങളും തുടങ്ങുകയും പിന്നെ മുഴുസമയം ദാവാ പ്രവർത്തനങ്ങളിലേക്ക് നേരിടും. അപ്പോൾ ഈ സ്നേഹസംവാദത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആരാണ് ഇതിലേക്ക് വന്നിരുന്നത്? എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്? കാരണം നമ്മളൊക്കെ കാണുമ്പോഴേക്ക് ഏകദേശം അത് ഇപ്പം നടക്കുന്നില്ലല്ലോ. അത് പിന്നെ എങ്ങനെ അവസാനിപ്പിച്ചത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്നേഹസംവാദം എന്നുള്ളത് നമ്മളുടെ പിന്നെ മുന്നിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക പ്രബോധനം അതൊരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം, അതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ഇവിടെ ഒരു സാമൂഹികമായ ഒരു ഭിന്നത ഉണ്ടാക്കുന്നത് എന്നുള്ള ബോധ്യം. അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ബാബു സുശീലൻ്റെ അനുഭവം മാത്രമല്ല, അത് എത്രത്തോളം റൂട്ടഡ് ആണെന്ന് കേരളത്തിലെ ചില അനുഭവങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ അന്ന് തന്നെ ചെറുതായി ടോക്സ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് വന്നതിന് ശേഷം തന്നെയാണ് ഈ കോളേജുകളായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കോളേജിലെ പല ഇങ്ങനത്തെ ഇൻ്റർ റിലീജിയസ് ടോക്സിനെല്ലാം ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരോ പാലക്കാടോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ച ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗിൽ ഒരു ഹിന്ദു സന്യാസി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ ഫാദർ ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചിട്ട് എന്നെയാണ് അവർ ക്ഷണിച്ചത്. അപ്പോൾ അവർ 2 കൂട്ടരും അരമണിക്കൂർ വീതം അവരുടെ മതത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ഒരു അരമണിക്കൂർ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. അതിന് ശേഷം കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. അപ്പോൾ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന സമയത്ത് ഇതൊരു 25 കൊല്ലം മുമ്പാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്വാമി പറഞ്ഞു, എങ്ങനെയാണ് മുസ്ലിമിന് ഇവിടെ ഒരു മതനിരപേക്ഷ രാജ്യത്ത് അയാളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക? അയാളുടെ ഖുർആനിൽ പറയണത് ആ മുസ്ലിമിനെ കണ്ടിടത്ത് വെച്ച് വെട്ടണം എന്നാണ് ഈ സ്വാമി അവിടെ നിന്ന് പറയാണ് ഈ വേദിയിൽ വെച്ച്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഇതാണല്ലോ, എനിക്കത് കറക്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇതാണല്ലോ. അപ്പം ഞാനത് പറഞ്ഞു. ആ മൂപ്പര് പറഞ്ഞ ആശയമുള്ള ആയത്തുകൾ എടുത്തു, ആയത്തിൻ്റെ നേരെ മുമ്പുള്ള ആയത്തെടുത്തു, അതിൻ്റെ ശേഷമുള്ള ആയത്തെടുത്തു, എന്നിട്ട് ഞാൻ വിശദീകരിച്ചു ഇതാണ് സംഭവം എന്ന്. അപ്പോൾ കാരണം യുദ്ധരംഗത്താണ്, യുദ്ധത്തിന് വരുന്ന ആളുകളോടുള്ള സമീപനമാണ്. അത് നേരെ മുമ്പുള്ള ആയത്തിൽ തന്നെ ക്ലിയറാണ്. യുദ്ധത്തിന് വരുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. യുദ്ധത്തിന് വരുമ്പോൾ പിന്നെ ശ്രീകൃഷ്ണനും പറഞ്ഞത് എന്താണ്, അതേപോലെ തന്നെ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് എന്താണ് എന്നെല്ലാം വിശദീകരിച്ചു കൊടുക്കും സ്വാമി. സത്യത്തിൽ അതിനുശേഷം ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇരുത്തം ഉണ്ടാവുമല്ലോ, ഒരു ചാടിക്കാൻ വേണ്ടിയുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ സ്വാമി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, കുറേ കാലമായി ഒരു പുസ്തകം വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ഡൗട്ടാണിത്, ഇന്ന് എനിക്കത് ക്ലിയറായി. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വാമി, പ്രത്യേകിച്ച് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ഗീതാ പ്രഭാഷണങ്ങൾക്കെല്ലാം പോകണം, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കുന്ന സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ആശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളിലേക്ക് ഈ ആശയം നമ്മളറിയാതെ എത്തിയിട്ടുണ്ടാകണം. കാരണം അയാളുടെ സദസ്സ് തന്നെ എലൈറ്റ് ക്ലാസ്സാണ്, ഇംഗ്ലീഷും മലയാളം സംസാരിക്കുന്ന എലൈറ്റ് ക്ലാസ്സാണ്. അദ്ദേഹം ഗീതാ പ്രഭാഷണം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ധാരണപ്പിശക ആളുകളിലുണ്ടാവും. ആ ധാരണപ്പിശക പക്ഷെ തിരുത്താനൊരു മാർഗ്ഗമില്ല. കാരണം നമ്മളങ്ങനെ മുസ്ലിങ്ങളിലേക്ക് ഈ ഖുർആൻ്റെ സന്ദേശങ്ങളുമായിട്ട് നമ്മൾ കയറി ചെന്നിട്ടില്ല. വളരെ ചെറിയ ഒരു എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ഉള്ളൂ. അപ്പോൾ അതുകൂടി നമ്മളെ മനസ്സിൽ ഈ സ്നേഹസംവാദങ്ങൾ എന്നുള്ള ആശയത്തെ കുറച്ചുകൂടി ദൃഢീകരിക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം ഞാൻ. കാരണം ഈ ധാരണ എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങളിലല്ല, പ്രഭാഷണങ്ങളിലൂടെ
എല്ലാം ധാരണകൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിലാകുമ്പോൾ ഒരു എലൈറ്റ് ക്ലാസ്സിനോ ഒരു ഇൻ്റലക്ച്വൽ ഒരു മൂവ്മെൻറ്റിന് മാത്രമേ വരുള്ളൂ. അതേസമയം പ്രഭാഷണങ്ങളിലൂടെയും മറ്റ് കലാസാഹിത്യത്തിലൂടെല്ലാം പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സാധാരണക്കാരിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന ഒന്നാണ്, അത് പോപ്പുലറാകുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ ഇത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നുള്ള നിലക്ക് കൂടിയാണ് നമ്മൾ ഈ സ്നേഹസംവാദങ്ങൾ എന്നുള്ളത് ആരംഭിക്കുന്നത്. അത് പിന്നെ എറണാകുളത്താണ് ഫസ്റ്റ് പ്രോഗ്രാം നടന്നത്. പിന്നീട് നിരന്തരമായി സ്നേഹസംവാദം എന്ന് പറയുമ്പോൾ ഡിബേറ്റ് അല്ല കേട്ടോ, ഈ നമ്മളൊരു വിഷയം അവതരിപ്പിക്കും, അതിനുശേഷമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, ഉത്തരങ്ങൾ ഉണ്ടാകും, ആ രൂപത്തിലുള്ള പരിപാടിയാണ്. അങ്ങനെ അത് കുറേ നടന്നതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാം അതിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിൽ നിന്നാണ് പിന്നെ നേരിട്ട് തന്നെ ഒരു ക്രിസ്ത്യൻ ചില സുവിശേഷകന്മാർ ആവശ്യപ്പെടുകയാണ് നമുക്ക് ഒരു സ്റ്റേജ് ഡിബേറ്റ് നടത്താമെന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റേജ് ഡിബേറ്റിലേക്ക്, പരസ്പരമുള്ള ഡിബേറ്റിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ ഈ മതം അറിയാൻ താല്പര്യമുള്ള ആളുകളാണോ ഈ സ്നേഹസംവാദത്തിൽ വന്നുകൊണ്ടിരുന്നത്? നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായിരുന്നു കാര്യമായിട്ട് വന്നിരുന്നത്. നല്ലൊരു ശതമാനം കാര്യമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു 20 to 30% നോൺ മുസ്ലിംസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെങ്ങൾ നേരത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യുമോ അതോ ആർക്കും വരായിരുന്നു? ഇല്ല, ആർക്കും വരാം, ആർക്കും ചോദിക്കാം, അങ്ങനെയാണ്, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അതിന് ശേഷം ഇവരിതിനെ പഠിച്ച് മതം മാറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർ ശേഷം പഠിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. മതം മാറ്റം എന്നുള്ളത് ഇപ്പം നമ്മൾ വന്നിട്ടല്ലല്ലോ, കേരളത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പേ നടക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇതിന് ശേഷം ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിട്ടില്ല. നിങ്ങൾ അവിടെ വിടുക? അതെ, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ താല്പര്യം അനുസരിച്ച് ഇസ്ലാം വ്യക്തിപരമായി അതിനേശം അവർ ബന്ധപ്പെടാൻ ശ്രമിക്കലൊന്നുമില്ലേ? ചിലരെല്ലാം ബന്ധപ്പെടും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇവിടെ അതിനുള്ള മാർഗങ്ങളുണ്ടല്ലോ, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യും എന്നല്ലാതെ നമ്മളായിട്ട് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം ഇല്ല. ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ടുള്ള 1-2 കേന്ദ്രങ്ങളുണ്ട്. പൊന്നാനിയിലുണ്ട്, അതേപോലെ തന്നെ കോഴിക്കോടുണ്ട്. അങ്ങനത്തെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്നേഹസംവാദത്തിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ടല്ല, അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളൊരു മുസ്ലിം എന്നുള്ളവർക്ക് നമ്മളോട് അന്വേഷിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഈ പ്രബോധകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ന്യൂമറിക്കൽ ഇത് നമ്മൾ ആലോചിക്കുമല്ലോ. ഇപ്പം നിങ്ങൾ വഴി എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും? അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? അങ്ങനെയല്ല, എനിക്കറിയില്ല. വന്നിട്ടുണ്ടാവില്ല കുറേ ആൾക്കാർ. ഞാൻ വഴി എന്നുള്ളതല്ല, എൻ്റെ സംസാരങ്ങൾ അവരുടെ മനസ്സുകളിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകാം. പിന്നെ അങ്ങനെ പലരും ബന്ധപ്പെട്ടിട്ട് എന്നോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളെ സംസാരമാണ് എന്നെ ചിന്തിപ്പിച്ചതെന്നെല്ലാം പറയാറുണ്ട്. അതല്ല നമ്മൾ ആ ഒരു നമ്പറിലൊന്നും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. അതെ, എത്ര നമ്പറൊന്നും അറിയില്ല. പിന്നെ ഈ സ്നേഹസംവാദങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? സ്നേഹസംവാദങ്ങൾ ഇങ്ങനെ തുടർന്ന് വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്റർ റിലീജിയസ് ഡിബേറ്റ്സിലേക്ക് പോയി. അത് ആദ്യമായിട്ട് ക്രിസ്ത്യൻസ് ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായത്. അത് പിന്നെ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് പിന്നെ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പരസ്പരം ഓരോ വിഷയങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിൻ്റെയും വീക്ഷണങ്ങൾ അവതരിപ്പിക്കുക, എന്നിട്ട് നമ്മൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുക, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുക, എന്നിട്ട് ജനങ്ങളുടെ സദസ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഇതായിരുന്നു രീതി. പിന്നെ ചിലത് ഭയങ്കര ക്രിസ്ത്യൻ പിന്നെ ഇവാഞ്ചലിസ്റ്റുകൾ കുറച്ച് വാശിയിലെല്ലാം സംഘടിപ്പിച്ച ചില പരിപാടികളുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഒരു വൈയക്തികമായ നബിനെ പറ്റിയുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ വൈകാരികമായിട്ട് എടുക്കാതെ നമ്മൾ തിരുത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അതും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ആ സംവാദങ്ങളിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും, ഹിന്ദു സന്യാസിമാരിൽ എനിക്ക് ഏറ്റവും സന്യാസിമാരല്ല, ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ വെച്ച് നടന്ന ഹൈന്ദവത ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഡിബേറ്റാണ്. ഹൈന്ദവത ഇസ്ലാം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ഡിബേറ്റിൽ പങ്കെടുത്ത അന്നത്തെ VHPയുടെ പ്രസിഡന്റ് ഡോക്ടർ പൂന്തെഴുത്ത് രാമചന്ദ്രൻ, അതേപോലെ തന്നെ അന്നത്തെ കേസരിയുടെ പത്രാധിപരുണ്ട് രാമചന്ദ്രൻ മാസ്റ്റർ. ഈ 2 പേരാണ്, ഗോപാലൻകുട്ടി മാസ്റ്റർ. ഈ 2 പേരായിരുന്നു അവർ ഹിന്ദു ദർശനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. നല്ല ഡിബേറ്റായിരുന്നു. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇസ്ലാം, എന്തായിരുന്നു ഹൈന്ദവത, എന്തായിരുന്നു ഹിന്ദു ദർശനത്തിൽ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം, എന്തായിരുന്നു ഇസ്ലാമിക ദർശനത്തിൽ അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസം എന്നെല്ലാം അവതരിപ്പിച്ചതിൻ്റെ ശേഷം അങ്ങനെയാണ് 2 സെഷൻസ് ഉണ്ടാകുക. ആദ്യം നമ്മളൊരു അരമണിക്കൂർ, അവരോ നമ്മളോ ആദ്യം അരമണിക്കൂർ സംസാരിക്കും, അതിനുശേഷം ഒരു സംസാരിക്കും. പിന്നെ ഒരു റിബട്ടൽ സെഷൻ ഉണ്ടാവും, 2 കൂട്ടർ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റോ. അതിൻ്റെ ശേഷം പിന്നെ ജനങ്ങളുടെ സദസ്സിൻ്റെ ചോദ്യങ്ങൾ, അതിനുള്ള അവരുടെ റെസ്പോൺസ് എല്ലാം
നമ്മളുടെ റെസ്പോൺസ്. ഇങ്ങനെയാണ് അതിൻ്റെ രീതി ഉണ്ടാവാറ്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവം എന്താ വെച്ചാൽ, അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പൂന്തേത്ത് രാമചന്ദ്രൻ പറഞ്ഞു എന്നുള്ള ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്ന ഒരുപാട് ധാരണകൾ ഉണ്ടായിരുന്നു. അത് തിരുത്താൻ ഈ സംവാദം നിമിത്തമായി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു വല്ലാത്ത സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതിനുശേഷം പലരുമായിട്ട് ഇതുണ്ടായി നല്ല രൂപത്തിൽ തന്നെ. അത് ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കളപ്പൂര് ടൈപ്പുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഇതല്ല അന്നത്തെ ഡിബേറ്റ് തന്നെ. അന്ന് വളരെ ഡീസൻ്റായിട്ട് പിന്നെ മറുപക്ഷത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അവരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഡിബേറ്റ്സാണ്. അങ്ങനെയും കുറേ ഡിബേറ്റ്സ് നടന്നു. പിന്നെ പറഞ്ഞ പോലെ സ്നേഹസംവാദങ്ങൾ നടന്നു. പിന്നെ എന്താ വെച്ചാൽ ഇന്ത്യയുടെ കേരളത്തിൻ്റെ എല്ലാം ഒരു സാമൂഹ്യാവസ്ഥ മാറി വന്നപ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു വൈകാരികമായ തലത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. കാരണം അതെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഘട്ടങ്ങളിൽ ഇതിനോട് എല്ലാവരും സഹകരിച്ചു. അതെ പിന്നീട് ഇതൊരു മത്സരമായി മാറി. ആ മത്സര രൂപത്തിലേക്ക് വന്നു. മത്സരം എന്നുള്ളതിനേക്കാളും അതിനെ ദുരുപയോഗിക്കാൻ, അഥവാ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മളിത് ചെയ്യണത്. ഒന്ന് അറിയാനും അറിയിക്കാനുമാണ് നമ്മൾ ഈ ഡിബേറ്റ്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത്. സ്നേഹസംവാദങ്ങളും അതെ, ഇസ്ലാമിനെ അറിയിക്കുക, എന്നിട്ട് ആളുകളുടെ സംശയങ്ങൾ തീർക്കുക. ആ സംശയങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴും നമ്മുടെ അത്തരം പരിപാടികളുടെ വീഡിയോസ് ഓൺലൈൻ അവൈലബിൾ ആണ്, നമ്മുടെ സൈറ്റിൽ അവൈലബിൾ. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ രൂപത്തിൽ അറിയിക്കുക എന്നല്ലാതെ ആരെങ്കിലും ഇമ്പോസ് ചെയ്യാന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിമർശിച്ചിട്ട് ഇരപ്പാക്കുക എന്നുള്ള രീതിയൊന്നുമില്ല. അത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയങ്ങൾ പറയും, ഡീസൻ്റായിട്ട് പറയും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനത്തെ സംവാദങ്ങളുടെ സംസ്കാരം ലോകത്ത് എല്ലായിടത്തും എപ്പോഴും നിലനിന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, അപ്പോൾ ഇന്ത്യയിൽ തന്നെ സംവാദങ്ങൾ, വ്യത്യസ്ത ദർശനങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ രൂപത്തിലുള്ള ഒരു സംഭവമായിരുന്നു നമ്മൾ ചെയ്തു വന്നിരുന്നത്. അത് പോയിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ ധ്രുവീകരണത്തിന് അത് ഉപയോഗിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് നമ്മളത് മെല്ലെ ഇനി അത് എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യം പറഞ്ഞല്ലോ. ഒന്ന് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കലാണ്, രണ്ടാമത്തത് സാമൂഹികമായ അടുപ്പം സൃഷ്ടിക്കലാണ്. അത് രണ്ടും അല്ല അതുകൊണ്ടുണ്ടാവുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള പരിപാടികൾ. സോഷ്യൽ മീഡിയയിലേക്കും ഇതിൻ്റെ ഇമ്പാക്റ്റിലേക്കും വരുന്ന ആരാണ് ശരിക്ക് ഇങ്ങനെ സ്വാധീനിച്ച ഒരാൾ? ഇപ്പോൾ അഹമ്മദ് ദീദാത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവും എന്തായാലും. അത്തരത്തിലൊരു ഈ കമ്പാരിറ്റീവ് റിലീജിയൻ ഇങ്ങനത്തെ ഒരു ഡിബേറ്റിനെ അക്ബർ സാഹിബിനെ സ്വാധീനിച്ചത് ആരൊക്കെയാണ്? കമ്പാരിറ്റീവ് റിലീജിയനിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ആൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ്. അത് സെയ്ദ് സനാഉല്ലാ മക്തി തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് വെളിയങ്കോട്ടുകാരനായിരുന്നു. അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. ഈ മക്തി തങ്ങൾ സ്വാധീനിക്കാൻ കാരണം മക്തി തങ്ങളുടെ പുസ്തകങ്ങൾ അന്ന് തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഈ മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞിട്ട് തിരൂരിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ലൈബ്രറിയിലുണ്ടായിരുന്നു, പാലക്കാട് ഇസ്ലാമിക് ലൈബ്രറിയിൽ അതുണ്ടായിരുന്നു. അത് ഞാൻ ഈ ക്രിസ്ത്യാനിറ്റി പഠിച്ചപ്പോൾ തന്നെ അത് വായിക്കാൻ തുടങ്ങി. അന്നത്തെ ഒരു സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണ്. അതിൻ്റെ ഭാഷ പലപ്പോഴും നമുക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റബിൾ ആവില്ല. പക്ഷേ എങ്കിൽ പോലും അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര ഡെപ്തുള്ളൊരു എഴുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. മലയാളത്തിൽ എഴുതിയ ഇസ്ലാമിക പണ്ഡിത അതാണ് അത് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ എഴുതിയ, മറ്റേ അറബി മലയാളമായിരുന്നല്ലോ. ശുദ്ധ മലയാളത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി എഴുതിയ ആൾ അദ്ദേഹമാണ്. ശുദ്ധ മലയാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതിയ ആൾ അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം പക്ഷേ നിങ്ങളീ പറഞ്ഞത് കഠോര കുഠാരം എന്നാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസിന്റെ പേര്. അതെ, അത് അന്ന് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ക്രിസ്ത്യൻ മിഷണറീസ് ഇവിടെ വന്നിട്ട്, ക്രിസ്ത്യൻ മിഷണറീസ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രത്യേക ടൈപ്പ് ഇസ്ലാമിനെ ഇങ്ങനെ വാരി കീറുന്നുണ്ടല്ലോ. ആ ഒരു ടൈപ്പ് വർക്കായിരുന്നു അന്ന് ചില പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തിരുന്നത്. അഥവാ അന്നത്തെ അത് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, അത്രയും മോശമായ രൂപത്തിൽ റസൂലുള്ളാഹിനെല്ലാം പിന്നെ അവതരിപ്പിക്കുകയും ചിത്രം വരയ്ക്കുകയെല്ലാം ചെയ്തിരുന്ന സംഭവങ്ങൾ. അപ്പോൾ അന്നത്തെ ഒരു ലഘുലേഖൻ്റെ പേര് പിന്നെ മുഹമ്മദോ യേശുവോ വലിയവൻ എന്നല്ല ഒരു ലഘുലേഖൻ്റെ പേരാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടിയാണ് മൂപ്പരുടെ കഠോര കുടാരം, നബിനാണയം, പിന്നെ പാർക്കലിത്ത പോർക്കൾ, അങ്ങനെ അന്നത്തെ ഒരു ഭാഷ. അത് നബിനാണയം എന്ന പുസ്തകം എഴുതുന്നത് തന്നെ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി ഉണ്ട്. അദ്ദേഹം ശരിക്കും മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവന നൽകിയ ആളായിട്ടാണ് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറി മുഖമുണ്ട്. അദ്ദേഹം ആണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു നബിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം എഴുതുന്നത്. അതെ, നബി ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിനുള്ള മറുപടിയാണ് ഈ സനാഉല്ലാ മക്തി തങ്ങൾ നബിനാണയം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ഈ നബിനാണയത്തിന്റെ ഇയാൾക്കുള്ള മറുപടി
അയാൾ എഴുതിയ വിമർശനങ്ങൾക്കുള്ള മറുപടി. ശരിക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്നില്ല. അപ്പോൾ മൂപ്പരുടെ ഒരു പ്രോജക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ മക്തിദാന്റെ പ്രോജക്റ്റ് എന്തായിരുന്നു വെച്ചാൽ, നബിൻ്റെ ചരിത്രം, ഇയാൾ പറഞ്ഞതല്ലാത്ത ശരിക്കുള്ള ചരിത്രം അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മുഴുവൻ എഴുതി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് അദ്ദേഹം നിർത്തുകയാണ് ചെയ്തത്. നബി നാണയം എന്നുള്ള പേര് തന്നെ എന്താണെന്നറിയാമോ? അത് അന്നത്തെ മുസ്ലിങ്ങളുടെ അടുത്തുനിന്ന് ഈ നാണയം ഓരോ ഉറുപ്പ്യ പിരിച്ചുണ്ടാക്കിയിട്ടാണ് ഈ നബിക്ക് വേണ്ടി നട്ടി പുസ്തകം ഉണ്ടാക്കണേ. അന്ന് മക്തിത്തങ്ങളെ ശരിക്കും കമ്മ്യൂണിറ്റി അംഗീകരിച്ചിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഈ നാണയമൊക്കെ കൊടുക്കും. മാത്രമല്ല പുള്ളിക്ക് എവിടുന്നാണ് ഈ ഭാഷ പഠിക്കണം, മലയാളം പഠിക്കണം, അങ്ങനെ ഒരു ആശയം എവിടുന്നാണ് കിട്ടുന്നത്? മൂപ്പര് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന മക്തിത്തങ്ങൾ ഈ ജോലി രാജിവെച്ചിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. അദ്ദേഹം ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് പ്രയാസപ്പെട്ടിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെയാണ് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അനാചാരങ്ങൾക്കെതിരെല്ലാം കൂടി മൂപ്പര് സംസാരിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ അതെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ പക്ഷേ എങ്കിൽ പോലും ഒരു ഒറ്റയാൾ വിപ്ലവം അത് ഭയങ്കര അത്ഭുതകരമായി അംഗീകരിച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു, എല്ലാ വിഭാഗക്കാരും അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒരൊറ്റയാൾ വിപ്ലവം ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ആ പുസ്തകങ്ങൾ വല്ലാതെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാൾ അതിനുശേഷമാണ് ദീദാത്ത് വരുന്നത്. ദീദാത്തിന്റെ കാണാനോ അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെ, അദ്ദേഹം അസുഖയിനേശ കണ്ടത്. റിയാദിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ദീദാത്ത് പോയി കണ്ടു. സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ്. പിന്നെ അദ്ദേഹം എന്നെ പറ്റി അറിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഒരു പുസ്തകം കൊടുത്തേക്കുകയും പിന്നെ മൈ സൺ ഫ്രം കേരള എന്നെല്ലാം പറഞ്ഞിട്ടുള്ള എന്നെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, വരെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ മലയാളി പറഞ്ഞു കൊടുത്തിട്ടാണ്. ഭയങ്കര ഒരു നിധി പോലെ പുള്ളിക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നല്ലോ. മിഷണറി ഇവാഞ്ചലിസ്റ്റുകൾ തന്നെയായിരുന്നു പുള്ളിയുടെയും പ്രധാനപ്പെട്ടത്. അത് പുള്ളി പിന്നെ എന്താ വെച്ചാൽ നേരിട്ട് അന്നത്തെ ഒരു ആഫ്രിക്കൻ പിന്നെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ക്രിറ്റിസിസം എന്നെല്ലാം കാരണം കുറച്ച് സ്ട്രോങ് ആയിരുന്നു, അഗ്രസീവായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. അദ്ദേഹത്തെ പിന്നെ നബിനെ ഇങ്ങനെ തെറി പറയുന്നത് കേട്ടിട്ടാണ് മുപ്പര് ഇത് പഠിക്കാൻ തുടങ്ങുന്നത്. മുപ്പർക്ക് ഇതേപോലെ ഇസ്ലാമികമായ ബേസ് ഒന്നുമില്ല. അദ്ദേഹം പിന്നെ ഒരു സാധാ ജോലിക്കാരനായിരുന്നു. കടയിൽ പാപ്പാന്റെ കടയിൽ സാധനം പൊഞ്ഞു കൊടുക്കുന്നിടത്തുനിന്ന് ആണ് ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഇങ്ങനെ പിന്നെ കളിയാക്കി നബിനെ പറ്റി മോശമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ഇതിനൊരു മറുപടി പറയണം എന്ന് തോന്നി. അങ്ങനെ മുമ്പർക്ക് ഇൽഹാറുൽ ഹക്ക് എന്ന പുസ്തകം കിട്ടി. അത് സാധനം പൊഞ്ഞു കൊടുക്കണ ഇതിൽ നിന്നാണ് കിട്ടിയത്. അത് വായിച്ചു. അതിലെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മിഷണറിമാർക്ക് മറുപടി ഉണ്ടായില്ല. അങ്ങനെ അവിടുന്ന് മുമ്പർക്ക് ആവേശം വരുന്നതും മുമ്പര് രംഗത്തേക്ക് വരുന്നത്. അത് ശരി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് നിങ്ങളും ഇവിടെ രൂപം. അതെ അതെ അതെ. ഇപ്പം അതിൽ ഈ ഇതൊക്കെ കഴിഞ്ഞു, ഇപ്പം സ്നേഹസംവാദം തീർന്നു. ഇപ്പോഴത്തെ ഒരു മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എക്സ് മുസ്ലിം ഡിബേറ്റുകളെ കുറിച്ച് അക്ബർ കാക്ക എന്താ പറയാനുള്ളത്? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്ത് അപകടം ഇസ്ലാമിന് ചെയ്യും, എന്തെങ്കിലും അപകടം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇസ്ലാമിന് ഇസ്ലാം അള്ളാന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ള പടച്ചോന്റെ പണിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേസമയം ഇവിടെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന ഒരു വല്ലാത്തൊരു ഐക്യമുണ്ട്. മതപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഭയങ്കരമായ ഒരു സ്വീകാര്യത. ഞാൻ പറഞ്ഞല്ലോ, ഭരതേട്ടൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നാണ്, ഒരു അല്ലുവാക്കിയ സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പറയണം, അത് ഞാൻ ചോദിക്കാം. അതെ, ഇതിനുള്ളൊരു ഹിന്ദുവെന്നോ മുസ്ലിമെന്നുള്ള വ്യത്യാസമല്ലാതെ വ്യക്തിപരമായി എല്ലാവരും സ്നേഹിക്കുകയും അതേസമയം അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് മതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം. ഇവിടെ എന്താ വെച്ചാൽ ഒരു സംശയത്തിൻ്റെ വിത്ത് ഇവരുടെ മനസ്സിൽ, ആ ഹെയ്റ്റ്, അത് സംശയം. ഇപ്പോൾ ഖുർആനായിട്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം പള്ളി പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദരവോടുകൂടി സ്ഥലം ഒഴിവാക്കി തരുന്ന ആളുകളായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. എല്ലാവരും ഇപ്പം എന്താ വെച്ചാൽ പേടിയാണ്. ഇപ്പൊ വ്യത്യാസപ്പെട്ടു. അതേപോലെ തന്നെ നിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാവും, അതിന് ആദരവോട് കൂടി കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര അപകടകരമായൊരു ഗ്രന്ഥമാണ് എന്നുള്ളൊരു ധാരണ. കാരണം ഈ സന്ദർഭങ്ങളിൽ നിന്ന് ഖുർആനിലെ വചനങ്ങൾ എടുക്കുകയും എന്നിട്ട് ഇത് ഭയങ്കര ഇവിടെ മുസ്ലിങ്ങളെ മുഴുവനും വെട്ടിക്കൊല്ലാൻ വേണ്ടി പറയുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളൊരു ധാരണ ചെയ്യുക വഴി എന്തുണ്ടാവണമെന്ന് വെച്ചാൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്.
സംശയങ്ങൾ ഉണ്ടാവലാണ് പ്രശ്നം. പരസ്പര സംശയം ഉണ്ടാവുകയാണ്, സ്വാഭാവികമാണത്. അതിപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഗീത വായിക്കാത്ത എന്നോട് സ്ഥിരമായിട്ട് അങ്ങനെ കേൾക്കുകയാണ് ഗീതയിലുള്ളത് മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കണം എന്നാണ് എന്ന് കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഗീതയായിട്ട് നടക്കുന്ന ഒരാളെ സ്നേഹിക്കാനൊന്നും പറ്റില്ല. കാരണം ഗീതയുമായി കയ്യിൽ നടത്തിയിട്ട് അത് ബഹുമാനിക്കുന്ന ഒരാളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുക? എന്നെ കൊല്ലണമെന്ന് പറയുന്ന ഒരു പുസ്തകം ബഹുമാനിച്ച് നടക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനമാണ് ഇവരുണ്ടാക്കിയത്. ഈ സാധനം ഉണ്ടാക്കിയത് അതും മലപ്പുറത്ത് ജീവിച്ച് മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു പ്രശ്നമില്ലാതെ ജീവിച്ച് വരുന്ന ആളുകളാണ് വേറെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ഖുർആനിൽ പറയുന്നത് ഇതാണ്, ഞങ്ങൾ പിന്നെ മുസ്ലിമിന് ജീവിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നാണ്, അമുസ്ലിമിനെ വെട്ടിക്കൊല്ലണം എന്നാണ് ഖുർആനിൽ പറയുന്നത് പ്രസംഗിക്കണത്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സാക്ഷ്യം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും. ഞങ്ങൾ മദ്രസയിൽ പഠിച്ച ഇതാണെന്നാണ് ഇവർ പറയുന്നത്. മദ്രസയിൽ ഇതാണ് നടക്കണത് എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നേക്കാളും ഒരു സ്വീകാര്യത കിട്ടും. ആ സ്വീകാര്യതയാണ് ഞാൻ പറഞ്ഞ അപകടം എന്നുള്ളത്. അത് വളരെ അപകടകരമായൊരു സാമൂഹ്യ അന്തരീക്ഷമാണ് അവർ സൃഷ്ടിക്കുന്നത്. ആ അപകടകരമായ സാമൂഹ്യ അന്തരീക്ഷം അതൊരു ഇസ്ലാമിക പ്രബോധനത്തിനുള്ള പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്നു, അത് മലിനപ്പെടുത്തുന്നു. നമ്മളുടെ ഒരു മതേതര ഫാബ്രിക് ഉണ്ട്, ആ ഫാബ്രിക്കിനെയാണ് ഇവർ അപകടപ്പെടുത്തുന്നത്. അത് ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ടുള്ള വാചനങ്ങളുടെ വ്യാഖ്യാനം. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ മതഗ്രന്ഥങ്ങളെയും ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഏതിനും ദുർവ്യാഖ്യാനിക്കാൻ പറ്റും. അത് ഒരു മുസ്ലിമിനെ പറ്റൂല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറിക്ക് എത്രയും നബീനെ ചിരിച്ചറിയാം. നബിയെക്കുറിച്ച് ചിലപ്പോൾ ചില ഡിബേറ്റുകളിൽ മോശമായ പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. പക്ഷെ ഞാനപ്പോൾ മറുപടി പറയാനുള്ളത്, നിങ്ങൾക്ക് എത്രയും പറയാം, പക്ഷേ എനിക്ക് തിരിച്ച് യേശുവിനെ പറയാൻ പറ്റില്ല. കാരണം ഖുർആൻ വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല യേശു ക്രിസ്തു എൻ്റെ പ്രവാചകനാണ്. എൻ്റെ പ്രവാചകനാണ്. ഞാൻ യേശുവിനെ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നത് പോലെ അംഗീകരിക്കാൻ ആദരിക്കപ്പെടാൻ നിർബന്ധിതനാണ്. ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആദരിക്കുന്നില്ലെങ്കിൽ ഞാൻ മുസ്ലിമല്ല, ഇസ്ലാമിൽ നിന്നാണ് പുറത്തു വന്നത്. അതേപോലെ തന്നെ വൈൻമിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു പ്രവാചകൻ്റെ മുന്നറിയിപ്പുകാരൻ്റെ നിയോഗം ഉണ്ടായിട്ടില്ല എന്ന് ഖുർആനാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പുണ്യപുരുഷൻ, ഇവിടുത്തെ ആളുകളെ ആദരിക്കുന്ന ഒരാൾ ആരാകട്ടെ, ഞാൻ പേര് പറയാനില്ല, ആരാവട്ടെ, അവർ ചിലപ്പോൾ പ്രവാചകന്മാരായിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് നിങ്ങളെ വിശ്വാസം? അതെ, ആവാം, നമുക്കറിയില്ല. നമുക്ക് ഖുർആനിലോ ഹദീസിലോ പറയാത്തിടത്തോളം കാലം ഇന്ന ആള് പ്രവാചകനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഇന്ത്യയിലെ, ഞാൻ പലപ്പോഴും എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, വേദവ്യാസൻ എന്നുള്ള പേര്, ഞാനത് പേഴ്സണൽ ഒരു പഠനമാണ്, വേദവ്യാസൻ എന്നുള്ള പേര് വേദവുമായി പുരാണവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പേരാണ്. ഏത് പുസ്തകം ഉണ്ടെങ്കിലും അത് വേദവ്യാസ വിരചിതം എന്നാണ് പറയാ. കാരണം വേദവ്യാസൻ രചിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഓതന്റിസിറ്റിയാണ്. ഇപ്പം എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഇന്ത്യയിൽ ജീവിച്ച ഒരു മഹാപ്രവാചകനായിരിക്കാം വേദവ്യാസൻ എന്നാ. അത് ശരി, അത് ശരി. എൻ്റെ ഒരു പഠനമാണ്, അത് ശരിയാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഓതിയ ആയത്ത് പ്രകാരം ഇവിടെ ഒരു പ്രവാചകൻ വേണമല്ലോ. വന്നിട്ടുണ്ടാവും, ഒന്നിലധികം ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ഇവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ളതല്ലേ, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ. അപ്പോൾ ഇവിടേക്ക് വന്ന പ്രവാചകന്മാരായിരിക്കാം ഈ പുണ്യപുരുഷന്മാർ. പിന്നെ ഞാനെങ്ങനെ അവരെ തെറിയറിയാം? അതെ അതെ അതെ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിലേക്ക് വരുമ്പോഴേ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ ഈ എക്സ് മുസ്ലിംസ്, അതേപോലെ ഈ എക്സ് ക്രിസ്ത്യനും എക്സ് ഹിന്ദു ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കണം? അത് ഇത് തന്നെ സത്യത്തിൽ. അത് പറയുമ്പോൾ എന്താ വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ലിവിങ് റിലീജിയൻ എന്നുള്ളത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. ഇസ്ലാം മാത്രമേ ഉള്ളൂ. ലിവിങ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ദൈവിക മാർഗനിർദ്ദേശപ്രകാരം ജീവിക്കലാണ്. ഇപ്പം ലിവിങ് ക്രിസ്ത്യൻസ് ഉണ്ടാകാം, ചിലപ്പോൾ ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഉണ്ടാകും ബൈബിളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പണമാണ്. അവിടെയാണ് പ്രശ്നവും. കാരണം ഒരു മുസ്ലിമിന് പിന്നെ അവന് ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, ആർക്കും ഒരു പ്രശ്നമല്ല. അതേസമയം ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ പറഞ്ഞതനുസരിച്ച് ജീവിക്കാന്നാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ് എന്നുള്ള വിഷയത്തിൽ വരെ ഇസ്ലാമികമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ, ഞാൻ പിന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ എൻ്റെ ഇടപാടുകളുടെ രീതിശാസ്ത്രം എന്താണെന്ന് തീരുമാനിക്കാൻ മുതലാളിത്തത്തിൻ്റെ എക്കണോമിക്സിന് പറ്റൂല.
അവിടെ ഇസ്ലാമിന് നിർദ്ദേശമുണ്ട്. ഞാൻ വസ്ത്രം എടുക്കുമ്പോൾ എൻ്റെ വസ്ത്രത്തിൻ്റെ രീതി എന്താണെന്ന് നിശ്ചയിക്കാൻ വേണ്ടി ഫാഷൻ ഇൻഡസ്ട്രിക്ക് പറ്റൂല. അവിടെ ഇസ്ലാമികമായ നിർദ്ദേശമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എല്ലായിടത്തും ജീവിക്കുന്നൊരു മതമാണ് ഇസ്ലാം. അപ്പോൾ ജീവിക്കുന്ന മതമായതുകൊണ്ട് തന്നെ ഇസ്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പറയാം ചൂഷണങ്ങൾക്ക് കയറി വരാനുള്ള ചാൻസ് ഇല്ല എന്നാണ്. ചൂഷണങ്ങൾക്ക് കയറി വരാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മളുടെ ഓരോ ഡെലിക്കസീസിനെ ദുരുപയോഗം ചെയ്തിട്ടാണ് നമ്മളെ ബുദ്ധിപരമായും ശാരീരികമായിട്ടും ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ എക്സ്പ്ലോയിറ്റേഷൻസും നടക്കുന്നത്. ആ എക്സ്പ്ലോയിറ്റേഷൻസ് കടന്നു വരാൻ ഇസ്ലാം ജീവിതത്തിലുണ്ടെങ്കിൽ കഴിയില്ല. അപ്പോൾ അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻസിൻ്റെ ആളുകൾക്ക് ഇസ്ലാമിനോട് എതിർപ്പുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ പരമാവധി ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ്. അതുകൊണ്ടാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മാത്രം ഇത് വരണത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻസ് എത്രയോ ആളുകൾ പിന്നെ യുക്തിവാദികളില്ലേ, പക്ഷെ അവർ എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറയാറില്ല. അതിന് ആ രൂപത്തിലുള്ളൊരു പ്രൊമോട്ടിംഗ് ഇല്ല. മുസ്ലിങ്ങളെന്ന് എന്താ വെച്ചാൽ ഇസ്ലാമിനെ ടാർണിഷ് ചെയ്യാൻ ഇന്ന് ലോകത്തെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതിന് കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ലിവിങ് റിലീജിയൻ.